വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹകരണ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി സെക്രട്ടറി ജോസഫ് വാഴക്കൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേരള ബാങ്കിന്റെ വികലമായ നയങ്ങൾ പിൻവലിക്കുക, പ്രാഥമിക സഹകരണ സംഘങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക, ഓഹരിയും അംഗങ്ങളുടെ നിക്ഷേപവും ഉൾപ്പെടെയുള്ള തുകകൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സമരപരിപാടികൾ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി സെക്രട്ടറി ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം ചെയ്തു. കടാശ്വാസ കമ്മീഷൻ എല്ലാവരെയും ബാങ്കുകാരെയൊക്കെ വിളിച്ച് ബാങ്കുകളിൽ അടയ്ക്കാനുള്ള പണം കർഷകന് അതിൽ കുറെ സർക്കാർ ഇളവ് ചെയ്തു കൊടുക്കുന്നു, അത് സർക്കാർ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ബാങ്കുകളിലെയും പലപ്പോഴും ഈ കടബാധ്യതയുള്ള കർഷകന്റെ കടം എഴുതിത്തള്ളുന്നത്. അത് നിർത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള 110 കോടി രൂപയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കാനുള്ളത്. സഹകരണ സംരക്ഷണ വേദി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസ് അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു, KPCC ഭാരവാഹികളായ AK മണി, അഡ്വക്കേറ്റ് MN ഗോപി, AP ഉസ്മാൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MD അർജുനൻ, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK പുരുഷോത്തമൻ, മറ്റ് നേതാക്കളായ D കുമാർ, OR ശശി, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, M മുനിയാണ്ടി, ജോൺ നെടിയപ്പാല, ജോർജ് തോമസ്, ഇന്ദു സുധാകരൻ, ഹാപ്പി K വർഗീസ്, ജോബി തയ്യൽ, അഡ്വക്കേറ്റ് KB സെൽവം, മനോജ് മുരളി, ജോഷി കന്യാക്കുടി, ജോളി ജീസസ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.